നല്ല പ്രശ്നമുണ്ട്. അടുത്ത വെക്കേഷനിൽ കല്യാണം കഴിക്കണം. നീ എന്ത് പറഞ്ഞു? ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ സിനിമ ഡയറക്ഷൻ ഒക്കെ നടക്കണ്ടേ? എടാ സിനിമ ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മുടെ സിനിമ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാലം പോയി കഴിഞ്ഞല്ലേ നമ്മുടെ മാർക്കറ്റ് വാല്യൂ പോലെയാ. അതൊക്കെ ഞാൻ എൻ്റെ പൊന്നിനോട് കാത്തിരിക്കാൻ പറഞ്ഞു. ആദ്യ സിനിമ റിലീസായതിനു ശേഷം കഴിച്ചിട്ട് താലി കെട്ടുമെന്ന് പറഞ്ഞു. എടാ എന്നിട്ട് അവൾ സമ്മതിച്ചോ? പിന്നെ അല്ലാതെ അവളെ എനിക്ക് വേണ്ടി എത്ര കാലം വേണ്ടിയും കാത്തിരിക്കടാ. അവൾക്ക് ശരി, അവളുടെ പഠിപ്പ് ഇതിനവളെ കാത്തിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവളെ കാത്തിരിക്കുന്നവരുടെ കൂടെ അവൾ പോകും. നിന്റെ ഈ അലമ്പ് ലൈനുകളെ പോലെ അല്ല അത്. 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാ. അവൾക്ക് അറിയാടാ എൻ്റെ സിനിമാ സ്വപ്നങ്ങൾ. നിന്റെ സിനിമാ സ്വപ്നം എന്നൊക്കെ പറയുമ്പോ അതൊക്കെ നടന്നിട്ട് നീ എന്താ അളിയ ഒരു ആവേശത്തിന് പറഞ്ഞാണ്. അവളെ അതിൽ കയറി പിടിക്കുന്നു കരുതിയോ? ഇപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു സിനിമ ചെയ്തേ പറ്റൂ. അല്ലാതെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല. വിവേക് അവൻ്റെ പെണ്ണോട് പറഞ്ഞെന്താ അറിയോ? അവൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് അവരെ കല്യാണം നടക്കും. നമ്മളെന്തിനാ വെറുതെ നാട്ടുകാരെ ഇവിടെ പറയണം? എന്താണ് എൻ്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശമാണ്. എൻ്റെ വീട്ടിൽ വരാ, പെണ്ണ് ചോദിക്കുക, കല്യാണം കഴിക്കും. ഇതൊക്കെ എപ്പം നടക്കാനാ? അടുത്ത ജന്മത്തിലോ? സിനിമ ഒന്ന് നടക്കട്ടെ. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. ഒരു രമ്യ, എല്ലാവരുടെയും ആഗ്രഹം അതൊക്കെ തന്നെ. നടക്കില്ലെന്ന് പറഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്യും. അതെ, ബോസിൻ്റെ രാവണ കോട്ടയിൽ നിന്ന് നിനക്ക് സിനിമ നടനാക്കാൻ എന്നൊന്നും നീ കരുതണ്ട. അയാൾ ആരെ സിനിമാക്കാരനാവാൻ അനുവദിക്കില്ല. അതെന്താ? അതൊക്കെ ഉണ്ട്, അതൊരു രഹസ്യം. രഹസ്യം? എന്ത് രഹസ്യം? ഇതൊക്കെ ഉണ്ട് മോനെ അനൂപേ. ഞാൻ നടനാകുന്നത് നമ്മുടെ ബോസിന്റെ രഹസ്യം തമ്മിൽ എന്താ ബന്ധം? നീ നടനാകുന്നതിനല്ല, നമ്മളുടെ കമ്പനിയിൽ ആരും സിനിമയിലെത്തില്ല. ഞാൻ തന്നെ ഈ കമ്പനിയിലെത്തിയത് നടിയാകാൻ വേണ്ടിയാണ്. നിനക്ക് നടിയാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ പ്രേമിക്കുന്നത്? ഞാൻ പറയാം, പക്ഷെ ആക്ടർ അവിടെ നിന്നുള്ള ആഗ്രഹം കണ്ട നമ്മളുടെ കമ്പനിയിൽ എനിക്ക് ചോദിക്കും. ഇതാ ഫയൽ വെച്ചു. സർ. യെസ് സർ, ആ അനൂപ് വിവേകും സാർ എന്തിനാ ഇപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്നത്? സിനിമ ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹമല്ലേ? ഇത് നോക്കി രമ്യ,
ഇതിവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ എംപ്ലോയീസിൻ്റെയും CV ആണ്. തൻ്റേതും കാണുമില്ല. ഈ CVകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരുടെയും പാഷൻ സിനിമയാണ്. അങ്ങനെ സിനിമാ താല്പര്യമുള്ളവരെ മാത്രം തിരഞ്ഞു പിടിച്ചാണ് ഞാനിവിടെ സ്റ്റാഫാക്കിയിരിക്കുന്നത്. എന്താ, തൻ്റെ CVയിലും പാഷൻ ആക്ടിങ് എന്നല്ലേ? സിനിമാ കമ്പക്കാർക്ക് മാത്രം സ്വാഗതം. എനിക്ക് വട്ടാണെന്ന് കരുതിയോ? അതെ, എനിക്ക് വട്ടാണ്. കോളേജ് കഴിഞ്ഞ് സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ചു നടന്ന എന്നെ ഇവിടേക്ക് തള്ളിവിട്ട് ഒരു 8 to 5 ജോലിക്കാരനാക്കിയതിനുള്ള പ്രതികാരം. സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവരെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി ജോലി കൊടുക്കും. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത എൻ്റെ ഒരു മനസ്സുഖം. ഞാൻ ആരുടെ CV കിട്ടിയാൽ ആദ്യം നോക്കുക അവരുടെ പാഷനാണ്. നമ്മുടെ കമ്പനി മുഴുവൻ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും കാവ്യ മാധവനും മഞ്ജു വാര്യരും അവരുടെയൊക്കെ ബോസാണ് ഞാൻ. അയാൾക്ക് വട്ടാടാ, മുഴുത്ത വട്ട്. നമുക്ക് ചെറിയ വട്ടൊന്നുമല്ലേ, സിനിമാക്കാരനാകാൻ കഴിയാതെ പോയി അലഞ്ഞടക്കുന്ന ആത്മാവിൻ്റെ മുഴുവട്ടാണ്. മുഴുവട്ടം നീ കണ്ടു പഠിച്ചോടെയാ, നിന്റെ ഭാവിയാണ്. അതെങ്ങനെ? ഞാനങ്ങനെ ആവില്ല. എനിക്കറിയോ, സിനിമ എൻ്റെ ചോറാണ്, ചോറ് എൻ്റെ സിനിമയാണ്, ചോറും സിനിമയും എൻ്റെ ജീവിത വായുവാണ്. എന്താ പറ്റുമ്പി മൊത്തൊരു പ്ലാനിതാ? സെയിൽസ് ടാർഗറ്റ് നേരത്തെ അച്ചീവ് ആയാ? ഇല്ലടാ, അതിൻ്റെ ഒന്നല്ല. എൻ്റെ അമ്മാവൻ ഒരാഴ്ച ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട്. എടാ, എൻ്റെ അമ്മാവനില്ല അബുദാബിയിലെ, പുള്ളിക്ക് നാട്ടിൽ പോകാൻ ലീവ് പാസ്സായി. പുള്ളിക്ക് ഇവിടെ എന്തോ ഒരാഴ്ച ചെയ്യാനുണ്ടത്രേ. അപ്പോൾ ഒരാഴ്ച ഇവിടെ താമസിക്കണം. ഇവിടെ നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? എന്തെങ്കിലും ചോദിച്ചാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങോട്ട് കൽപ്പിക്കുകയല്ലേ. ഏത് അമ്മാവൻ? നിന്നെ പണ്ട് സിനിമയ്ക്ക് പോയിട്ട് തല്ലിയ അമ്മാവനാ? സെയിം മുതലല്ലയാ, സെയിം മുതൽ. ഇനി എന്ത് ചെയ്യൂ? നീ എന്ത് ചെയ്യാൻ? ഒരാഴ്ച പുള്ളിയെ സഹിക്കുക തന്നെ. പിന്നെ ഞാൻ പ്രത്യേകം പറയാം, പുള്ളി ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് സിനിമ കാര്യങ്ങൾ വീട്ടിൽ വെച്ച് സംസാരിക്കണ്ട. എടാ, പണ്ട് നാട്ടിൽ വെച്ചിട്ട് സിനിമ കണ്ടപ്പോഴത്തേക്കിനെ ഓടിച്ചിട്ട് തല്ലിയ ആളാണ്. അതുകൊണ്ടേ നമുക്ക് സിനിമ കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. ഓഫീസ് തന്നെ നല്ലത്. അത് ശരി, അപ്പൊ നീ മുസ്ലിമാണല്ലേ? അല്ല, കഴിഞ്ഞ നോമ്പിന് പോലും നീ നിസ്കരിച്ചത് ഞാൻ കണ്ടില്ല, അതോട് ചോദിച്ചാ.
കീപ്പ് ഔട്ട് ഓഫ് ഫാഷൻ. ഓ, അത് നിനക്ക് നിസ്കരിക്കൊക്കെ അറിയോ? പിന്നെ മാമൻ വരുമ്പോഴത്തേക്ക് ഞാൻ 5 നേരം നിസ്കരിക്കും, നല്ല കുട്ടിയാണ്, ഇങ്ങനെയൊക്കെ വേണം കാണിക്കാൻ. കേട്ടല്ലോ? അല്ല, ഇനി ഞങ്ങൾ നിസ്കരിക്കേണ്ടി വരുമോ? ഇതൊരു കാര്യം ശരിയാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും.